ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ രഞ്ജു ഫ്രം വൈ കെ സൗണ്ട് അക്കാഡമി. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്ക് ബജറ്റിൽ ഒരു ഹോം സ്റ്റുഡിയോ ചെയ്യാൻ പറ്റുമോ, നല്ല രീതിയിൽ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റുമോ, അതിന് വല്ല ഓപ്ഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ? നമ്മളിപ്പോഴും പറയാറുണ്ട്, ഒരു ഹോം റെക്കോർഡിംഗ് സ്റ്റുഡിയോയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു മൈക്രോഫോൺ, അത് കണ്ടൻസർ മൈക്രോഫോൺ ആവാം, അല്ലെങ്കിൽ ഡൈനാമിക് മൈക്രോഫോൺ ആവാം, ഒരു ഓഡിയോ ഇന്റർഫേസ്, റെക്കോർഡിംഗ് ചെയ്യാൻ വേണ്ടി ഒരു ഓഡിയോ ഇന്റർഫേസ് വേണം, മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ലാപ്ടോപ്പ്, അതിലൊരു സോഫ്റ്റ്വെയർ വേണം, അതേപോലെ ഒരു ഹെഡ്ഫോൺ വേണം. അതാണ് ഏറ്റവും മിനിമം റിക്വയർമെന്റ് ഒരു ഹോം റെക്കോർഡിംഗ് സ്റ്റുഡിയോ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ തന്നെ നമുക്ക് പല പ്രൈസിൽ ഈ എക്യുപ്മെന്റ്സ് അവൈലബിൾ ആണ്. മൈക്രോഫോൺ നമുക്ക് പറഞ്ഞ പോലെ 5,000 തൊട്ട് അവൈലബിൾ ആണ്. ഓഡിയോ ഇന്റർഫേസ് അവൈലബിൾ ആണ്. നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓഡിയോ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഫോക്കസ് റൈറ്റ് ആണ്. ഫോക്കസ് റൈറ്റ് സോളോ എന്ന് പറയുന്ന ഒരു മോഡൽ, അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം ഒരു 14,000 അടുത്തുണ്ട് ഇപ്പൊ. ബട്ട് അത് കൂടാണ്ട് ഇപ്പൊ അതിനേക്കാൾ താഴെ ഇപ്പൊ ഒരുപാട് പേരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്ക് കുറച്ചുകൂടി കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? തീർച്ചയായും നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എം ഓഡിയോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഒരു ഓഡിയോ ഇന്റർഫേസ് അവൈലബിൾ ആണ്. എം ട്രാക്ക് സോളോ എന്ന് പറയും. അതിന് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് 4,485 റുപ്പീസ് ആണ് ആമസോൺ പ്രൈസ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. അൺബോക്സിംഗ് എന്ന് പറയാനില്ല, അൺബോക്സ് ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രോഡക്റ്റ് കാണിക്കാം. ബോക്സിനുള്ളിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓഡിയോ ഇന്റർഫേസും അതിന്റെ കേബിളാണ്. അതാണ് ഈ രണ്ട്. ഇതാണ് ഓഡിയോ ഇന്റർഫേസ്. എം ഓഡിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എം ട്രാക്ക് സോൾ എന്ന് പറഞ്ഞ ഓഡിയോ ഇന്റർഫേസ് ആണ്. ഇതിൽ നമുക്ക് ഒരു മൈക്ക് കണക്ട് ചെയ്യാം, അതേപോലെ ഒരു ഇൻസ്ട്രുമെന്റ് കണക്ട് ചെയ്യാം. ഇപ്പൊ അറ്റ് എ ടൈം ഒരു മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു ഇൻസ്ട്രുമെന്റ് കണക്ട് ചെയ്യാം. അത് കീബോർഡ് ആവാം, ഗിറ്റാർ ആവാം, ബേസ് ഗിറ്റാർ ആവാം, ഏത് വേണമെങ്കിൽ ഇൻസ്ട്രുമെന്റ് കണക്ട് ചെയ്യാം. വേണമെങ്കിൽ രണ്ട് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ചെയ്യാം. ഇത് കോംബോ ജാക്ക് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ XLR അല്ലെങ്കിൽ ഒരു TS ഓ TRS നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ ഇൻസ്ട്രുമെന്റ് അവിടെ നമുക്കൊരു TS ഓ TRS കണക്ട് ചെയ്യാം. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്, മെറ്റൽ അല്ല, ഫുൾ പ്ലാസ്റ്റിക് ആണ്. കാരണം ഓൾറെഡി പ്രൈസ് കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമുക്ക് ഇതിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ എം ഓഡിയോയുടെ ബ്രാൻഡ്, അതേപോലെ ഒരു 3 നോബ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻപുട്ട് 1ന്റെ നോബാണ്. ഇൻപുട്ട് 1 ഗെയിൻ കൂട്ടാനും കുറയ്ക്കാനുള്ള നോബാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് 2 ഇൻസ്ട്രുമെന്റിന്റെ ലൈൻ കൂട്ടാനും കുറയ്ക്കാനുള്ള നോബാണ്. തേർഡ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട്, ഇതിന്റെ മെയിൻ ഔട്ട്പുട്ട്, സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള നോബാണ്. പിന്നെ ഇതിന് തൊട്ട് സൈഡിലൊരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. നമുക്ക് സിഗ്നൽ വരുന്നോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട്. എല്ലാത്തിലും ഉണ്ട്, 1-ലും 2-ലും ഉണ്ട്. അതേപോലെ ഒരു ഫാൻറ്റം പവർ, നിങ്ങൾക്ക് അറിയാം, കണ്ടൻസർ മൈക്രോഫോൺ ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അതിന് ഫാൻറ്റം പവർ കൊടുക്കണം. ഫാൻറ്റം പവർ കൊടുക്കണമെങ്കിൽ ഇവിടെ ഫാൻറ്റം പവറിന്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കത്തും. അപ്പൊ അതിന്റെ ഒരു സിഗ്നലാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഫ്രണ്ട് സൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മൈക്കിന്റെ കണക്ഷൻ, അത് XLR കോംബോ ജാക്ക് ആണ്. XLRും കൊടുക്കാം, അതേപോലെ നമുക്ക് ഫോണോ അല്ലെങ്കിൽ TS TRSും കൊടുക്കാം. രണ്ടാമത്തെ TS TRS മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്കൊരു സ്വിച്ച് തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ലൈൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിന്റെ സ്വിച്ച് ആണ്. ഇപ്പൊ നിങ്ങൾ ഗിറ്റാർ ആണ് കൊടുക്കണമെങ്കിൽ, അക്കോസ്റ്റിക് ഗിറ്റാറോ ബേസ് ഗിറ്റാറോ ഇലക്ട്രിക് ഡയറക്റ്റ് ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത് ഇൻസ്ട്രുമെന്റിലാണ് വെക്കണേ. നിങ്ങളൊരു ലൈൻ ഇൻപുട്ട്, ഇപ്പൊ കീബോർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റിതം പാഡ് അല്ലെങ്കിൽ വേറെ മിക്സർ ചെയ്തുള്ള ഔട്ട്പുട്ടാണ് എടുക്കണമെങ്കിൽ ഇവിടെ ലൈനിലേക്ക് ഇത് മാറ്റാം. പിന്നെ ഇവിടെ ഫാൻറ്റം പവറിന്റെ സ്വിച്ച് ഉണ്ട്. ഫാൻറ്റം പവർ ചെയ്തിട്ട് ഓൺ ഓഫ് ആക്കാനുള്ള സ്വിച്ച് ഉണ്ട്. ഫാൻറ്റം പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ LED ലൈറ്റ് ഓൺ ആവും. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഹെഡ്ഫോൺ ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കാം. പിന്നെ ഡയറക്റ്റ് 3.5 mm ജാക്ക് ആണ്. അപ്പോൾ അതിന് വേറെ കണക്ടറിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് നേരെ ഇതിലേക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാം. പിന്നെ ഔട്ട്പുട്ട് ഓപ്ഷനിൽ ഡയറക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ USB. ഈ ഡയറക്റ്റ് USB യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ലേറ്റൻസി വരാം. ലേറ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഒരു ചെക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ ഹെലോ പറയുമ്പോൾ നമുക്കൊരു ഹാഫ് സെക്കൻഡ് അല്ലെങ്കിൽ അതിനെ കുറവൊരു ഡിലേ ഉണ്ടാവും നമ്മുടെ ചെവിയിലേക്ക് എത്താൻ. സോഫ്റ്റ്വെയർ വഴി കറങ്ങി വരുമ്പോൾ നമുക്കൊരു ഡിലേ ഉണ്ടാവും. ആ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഓപ്ഷൻ. ഈ ഡയറക്റ്റിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ബൈപ്പാസ് ആവും. നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നത് നേരെ നമ്മുടെ ചെവിയിലോട്ട് എത്തും. അപ്പൊ ആ ഒരു ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഡയറക്റ്റ് സ്വിച്ച്. അത് മിക്കവാറും ഓഡിയോ ഇന്റർഫേസിലുണ്ടാവും, ഫോക്കസ് റൈറ്റിലുണ്ട്, എല്ലാ ഓഡിയോ ഇന്റർഫേസിലും മിക്കവാറും ഉണ്ടാവാറുണ്ട്. സിസ്റ്റത്തിന് ഒരുപാട് പവർ ഇല്ലെങ്കിൽ, റാം കുറവാ അല്ലെങ്കിൽ അതിന്റെ പ്രോസസിംഗ് പവർ കുറവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റിലേക്ക് ഇട്ട് നമുക്ക് റെക്കോർഡിംഗ് ഈസിലി ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മിക്സിംഗിൽ ചേഞ്ചസ് വരുത്താം. ആ ലേറ്റൻസി ഇല്ലാണ്ട് നിങ്ങൾക്ക് റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. ഈ USB-ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് സിഗ്നൽ നമ്മുടെ ഇവിടുന്ന് കയറി നേരെ സോഫ്റ്റ്വെയർ വഴി കറങ്ങിയിട്ട് വരുള്ളൂ. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൽ പ്ലഗിൻസും അതേപോലെ സോഫ്റ്റ്വെയറിലെ എഫക്ട്സ് എല്ലാം അതിന്റെ കൂടെ അത് ഔട്ട്പുട്ടായിട്ട് ഇതിലേക്ക് വരും. അതാണ് ഈ ഡയറക്റ്റും USB-യുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മിക്ക ഓഡിയോ ഇന്റർഫേസിലുണ്ട്, മിക്ക ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് അത് ബ്രീഫ് ചെയ്തെന്നുള്ളൂ. ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് എം ഓഡിയോയുടെ ലോഗോയും പിന്നെ മെയിൻ ഔട്ട്പുട്ട്, നമ്മുടെ മെയിൻ സ്പീക്കേഴ്സിലേക്കുള്ള ലെഫ്റ്റ് സൈഡ് RCA ജാക്ക് ആണ്. TRS XLR അല്ല, RCA ജാക്ക് ആണ്. അപ്പൊ RCAയുടെ കണക്ഷൻ കറക്റ്റ് മേടിക്കേണ്ടി വരും. അത് വെച്ച് നിങ്ങൾക്ക് സ്പീക്കേഴ്സിലേക്ക് കൊടുക്കാം. പിന്നെ ഇതിന് USB കേബിൾ, ഇത് USB A to B കേബിൾ ആണ്. നോർമൽ നമ്മുടെ പ്രിന്ററിന്റെ കേബിൾ പോലെ, അതേപോലെ എല്ലാ ഓഡിയോ ഇന്റർഫേസിൽ വരുന്ന മിക്ക കേബിളാണ്. ഈ
ഇപ്പോൾ എല്ലാ ഓഡിയോ ഇന്റർഫേസിലും ഏകദേശം USB-C ടൈപ്പ് ആയി. ബട്ട് എന്നാലും കുറെ ഓഡിയോ ഇന്റർഫേസ് ഇപ്പോഴും USB-A to B കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ആ കണക്ഷനാണ്. അത്രേ ഉള്ളൂ ഓഡിയോ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു നല്ല ഓഡിയോ ഇന്റർഫേസ് ആണ്. ബജറ്റിലുള്ള ആൾക്കാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു സ്റ്റാർട്ടിംഗ് ഓഡിയോ ഇന്റർഫേസ് എന്ന് പറയും. ഇതിന് താഴേക്ക് പോകാനൊന്നുമില്ല. ഇതാണ് ഏറ്റവും സ്റ്റാർട്ടിംഗ് ഓഡിയോ ഇന്റർഫേസ്. പക്ഷേ ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ വോയിസ് എന്ന് പറയുന്നത് റോഡിനെ NT1A മൈക്ക് ഇത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് കണക്ഷൻ ചെയ്തേക്കുന്നത് Evo 8 എന്ന് പറഞ്ഞ ഓഡിയോ ഇന്റർഫേസ്, എൻ്റെ ഓഡിയോ ഇന്റർഫേസിലേക്ക് ഞാൻ കണക്ഷൻ ചെയ്തേക്കണേ. റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ലോജിക് പ്രോ ആണ്. നിങ്ങൾക്ക് ബാക്കിലേക്ക് റെക്കോർഡിംഗ് കാണും. അതാണ് ഇപ്പം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി അടുത്ത് വന്ന് സംസാരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി നോക്കാം. സെയിം പൊസിഷനിൽ ഞാൻ ആ ഓഡിയോ ഇന്റർഫേസ് സ്വിച്ച് ചെയ്തിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാം. നമുക്ക് ഇനി ഡിഫറൻസ് നോക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എന്ന് പറയുന്നത് റോഡ് NT1A മൈക്കിൻ്റെ വോയിസ് ആണ്. അത് കണക്ഷൻ ചെയ്തേക്കുന്നത് Evo 8 എന്ന ഓഡിയോ ഇന്റർഫേസിലാണ്. റെക്കോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലോജിക് പ്രോ ആണ്. മാക്കിൻ്റെ ലോജിക് പ്രോയിലേക്കാണ് റെക്കോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കത് സ്വിച്ച് ചെയ്തിട്ട് M ട്രാക്ക് സോളോയിലേക്ക് കണക്ഷൻ കൊടുക്കാം. സെയിം മൈക്ക്, സെയിം സോഫ്റ്റ്വെയർ, ജസ്റ്റ് ഓഡിയോ ഇന്റർഫേസ് നമ്മൾ സ്വിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കത് കേൾക്കാം. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് റോഡിന് NT1A മൈക്ക്, നമ്മുടെ M ഓഡിയോയുടെ M ട്രാക്ക് സോളോ ഓഡിയോ ഇന്റർഫേസ് കണക്ഷൻ ചെയ്തിട്ടാണ്. ഞാനിപ്പോൾ ഇപ്പം എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഗെയിൻ വെക്കേണ്ടി വരുന്നത്. ഇതിപ്പോൾ ഇൻപുട്ട് ഗെയിൻ ഏകദേശം ഞാൻ 8-നടുത്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ 10 ആണ്, ഞാൻ 8-നടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഗെയിൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വോയിസ് ക്വാളിറ്റി കേൾക്കാം. നേരത്തെ കേട്ടുകൊണ്ടിരുന്നത് റോഡിന് NT1A മൈക്ക് നേരെ കൊടുത്തത് Evo 8 എന്ന് പറഞ്ഞ ഓഡിയോ ഇന്റർഫേസിലേക്കായിരുന്നു. അത് ഏകദേശം 18,000 വിലയുള്ള ഓഡിയോ ഇന്റർഫേസ് ആണ്. ഇതെന്ന് പറയുന്നത് 4,485 റുപ്പീസ് ഇപ്പം നിലവിൽ ഇതിൻ്റെ വില. ഇതാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് ക്വാളിറ്റി. കമൻറ്റ് ചെയ്ത് പറയാം എന്താണ് ക്വാളിറ്റി വ്യത്യാസം. ഞാനിപ്പോൾ കുറച്ചുകൂടി മൈക്കിൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിഫറൻസ് അറിയാൻ പറ്റും. നിങ്ങളിപ്പോൾ പാട്ടൊക്കെയാണ് പാടുമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡിസ്റ്റൻസിലായിരിക്കും സംസാരിക്കുക. അപ്പോൾ ഇതാണ് M ട്രാക്ക് സോളോ ഓഡിയോ ഇന്റർഫേസ്, M ഓഡിയോയുടെ M ട്രാക്ക് സോളോ ഓഡിയോ ഇന്റർഫേസിൻ്റെ സൗണ്ട് ക്വാളിറ്റി. ഇത് റോഡിന് NT1A മൈക്ക് കണക്ഷൻ ചെയ്തിട്ടുള്ള ഓഡിയോ ഇന്റർഫേസ് ആണ്. റോഡിന് NT1A മൈക്ക് നമ്മുടെ M ട്രാക്ക് സോളോ ഓഡിയോ ഇന്റർഫേസിൽ കണക്ഷൻ ചെയ്തിട്ട് റെക്കോർഡിംഗ് ചെയ്യുന്ന ലോജിക് പ്രോ സോഫ്റ്റ്വെയർ റെക്കോർഡിംഗ് ചെയ്യുന്ന ഒരു സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം എന്താണ് ഡിഫറൻസ്, നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. പക്ഷേ ഇത് റേറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 4 ഇരട്ടി വ്യത്യാസമുണ്ട്. ഇത് 4,400 റുപ്പീസ് ഉള്ളൂ. മറ്റേന്ന് Evo 8 18,000 ആണ്. Evo 4-ന് ഏകദേശം 12,000 അടുത്ത് വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ ബജറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓഡിയോ ഇന്റർഫേസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു 10,000 ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊരു മൈക്കും മേടിക്കാം, ഒരു ഓഡിയോ ഇന്റർഫേസും മേടിക്കാം, ഒരു ഹെഡ്ഫോൺസും മേടിച്ച് നിങ്ങൾക്ക് ഒരു 10-12,000 നിങ്ങൾക്ക് ഒരു ഹോം റെക്കോർഡിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കരോക്കെ സോങ്സ് പാടാം, നിങ്ങൾക്ക് അല്ലാണ്ട് റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾക്ക് താഴെ നമ്പറിൽ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ഇടാം. ഞാൻ എല്ലാ മെസ്സേജസ് റിപ്ലൈ ചെയ്യാറുണ്ട്. അതേപോലെ റെക്കോർഡിംഗ്, മിക്സിംഗ്, മാസ്റ്ററിംഗ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മൾ വീഡിയോ ലെസൺസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ വീഡിയോ കണ്ട് നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഓരോരോ വീഡിയോ കണ്ട് പഠിക്കാം. അതുപോലെ എന്ത് ഡൗട്ട് വന്നാലും ചോദിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.